അറിയിച്ചെന്ന് പറയുന്നു, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ ബസ്സിലെ മെമ്മറി കാർഡ് പക്ഷേ മിസ്സിംഗ് ആണ്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം ആ ബസ്സിലെ മെമ്മറി കാർഡാണ്. എന്തുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്താതിരുന്നത്? പോലീസിന്റെ ഭാഗത്തുമായി വീഴ്ചയല്ലേ? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്ന പിന്നെയല്ലേ പരിശോധിക്കണ്ടേ? അല്ല, ഇപ്പൊ ഗുരുതരമായ ആരോപണം ലൈംഗിക ലൈംഗിക ശിക്ഷ കാണിച്ചിട്ടുള്ള ആരോപണം ആ ദിവസം തന്നെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബസ് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്തുകൊണ്ടാണ് 4 ദിവസം വൈകി ആ മെമ്മറി കാർഡ് മിസ്സാകുന്നവരെ കാത്തിരിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് ഇടപെടരുത്. ഈ ചോദ്യം നിങ്ങൾ ഇന്നലെ വരെ ചോദിക്കട്ടെ. അല്ല, പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതൊന്നും താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരം. അപ്പൊ ഗുരുതരമാണെന്ന് അറിയാല്ലേ ആരോപണം? എന്താ ആ ഗുരുതരം? 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അങ്ങ് പറ്റും, അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അല്ല, വെയിറ്റ്. ഞാൻ ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇത് നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഇരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? പോലീസിന്റെ പടലേക്ക് ചാരാൻ ഇപ്പോൾ ഉന്നയിക്കുന്നല്ലേ? അതെന്ത് സെലക്ടീവ്നെസ് ആണ്? ഒരു ജാഗ്രത തോന്നുന്നില്ലേ? ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോടിപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? എന്തേ പറഞ്ഞില്ല? അതീവ ഗുരുതരമാണല്ലോ. ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല, ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ? എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ കൃത്യകരമായ ഉത്തരം പറ. അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന 3 തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം, ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് എന്റെ വാർത്താ സമ്മേളനത്തിന്റെ കാരണം. റിപ്പോർട്ട് ചെയ്തു അല്ലെ? അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ? നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞെന്താ? സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി. അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം. അതെ, മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ. ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ. എന്റെ ചോദ്യം, ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ? പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു. ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്. ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല. അവിടെ പറഞ്ഞാൽ മതി.